കടപുഴകിയ ഒരാൽമരം എങ്ങനെയാണ് ഒരു നാടിന്റെ മുഴുവൻ വിശ്വാസമായി മാറുന്നത്? ശാസ്ത്രീയമായ ഒരു മാറ്റത്തെ ആരാണ് കച്ചവടമാക്കി മാറ്റുന്നത്? ഷൊർണൂരിനടുത്ത് കൈലാട് ഗ്രാമത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ നല്ല മഴയാണ്. ഒരരയാൽ എങ്ങനെയാണ് നാടിനെ, നാട്ടുകാരെയാകെ അത്ഭുതപ്പെടുത്തിയതെന്ന് അറിയാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. കടപുഴകി വീണ അരയാൽ ഇപ്പോൾ അരഭാഗം നഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. തലയില്ലാതെ വേരോടുകൂടിയുള്ള ആ നിൽപ്പ് കാണാൻ കൗതുകമുണ്ട്. കൗതുകത്തിന്റെ അതിരുകളെ ഭേദിച്ച് അരയാൽ ഇപ്പോൾ നാട്ടിൽ വിശ്വാസം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അരയാലിനെ തൊഴുത് കാണിക്ക അർപ്പിക്കാൻ അന്യദേശക്കാരടക്കം നിരവധി ആളുകൾ ദിവസേന എത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസം വരെ എത്തി നിൽക്കുന്ന ആ കൗതുക കഥ കേൾക്കാം. 2 ആഴ്ച മുമ്പത്തെ പെരുമഴയിലാണ് കുന്നത്തൊടി ഇട്ടിച്ചിരിയമ്മയുടെ വീട്ടുവളപ്പിലെ അരയാൽ കടപുഴകി വീണത്. ഇട്ടിച്ചിരിയമ്മ കിടപ്പിലായതുകൊണ്ട് മരുമക്കൾ കടപുഴകിയ അരയാൽ വെട്ടിവിൽക്കാൻ കരാറേൽപ്പിച്ചു. വീണുകിടന്ന അരയാലിന്റെ പകുതി വരെ വെട്ടിമാറ്റുകയും ചെയ്തു. പിന്നെയാണ് അരയാൽ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് പൂർവ്വസ്ഥിതിയിലായത്. അരയാലിന്റെ തലഭാഗത്തെ കനം കുറഞ്ഞ് അടിഭാഗത്ത് കട്ടി കൂടിയപ്പോൾ അതിന് കിടക്കപ്പൊറുതി ഇല്ലാതായി. മരം ശക്തമായ മഴയല്ലായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ അതിൽ നിലമൊക്കെ കുതിർന്ന് നിൽക്കുകയാണ്. നല്ല ശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു. അതിൽ മരം മറിഞ്ഞു വീണ് ഏതാണ്ട് ഒരു 10-25 ദിവസം മുമ്പേ. അത് പിന്നെ ഇവർ മരം വിറ്റപ്പോൾ കച്ചവടക്കാർ മുകളിൽ നിന്ന് മുറിച്ച് തലയ്ക്ക് മുറിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും അടിയിലെത്തി മുറിക്കുമ്പോൾ തന്നെ പണിക്കാർ പറഞ്ഞിരുന്നു ഇത് പൊന്താൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. കാരണം അവർക്ക് ഇതിൻ്റെ മുമ്പുള്ള അനുഭവം ഉണ്ട്. അവർക്ക് അതങ്ങനെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പൊന്തി ആ കുഴിയിലേക്ക് അങ്ങനെ വന്നിരുന്നു. അത്ഭുത കെട്ടുകഥകൾ കേട്ടറിഞ്ഞാണ് അന്യനാട്ടുകാരുടെ വരവ്. ആലിൽ നിന്നൊരു സർപ്പം പുറത്തു വന്നുവെന്നും അത് പിന്നെ മരം വെട്ടുകാരെ ആട്ടി അകറ്റിയെന്നും മറ്റുമുള്ള നിറം പിടിപ്പിച്ച കഥകൾ. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ ആവേശം കാട്ടുന്നവരുണ്ട്. ആവേശക്കാർക്ക് അജണ്ടയുമുണ്ട്. അരയാൽ എഴുന്നേറ്റതിന് പിന്നിലെ ശാസ്ത്രത്തെ വിശ്വാസത്തിൽ എടുക്കേണ്ടതില്ലെന്ന് അവർ ഉപദേശിക്കും. പകുതിയോളം വെട്ടി പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ പോയ നേരത്താണത് പൊന്തിയെന്നാണ് നമ്മളിവിടെ അടുത്തുള്ള തന്നെയാണ്. എന്തെങ്കിലും മഹാത്ഭുതമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എല്ലാ മരങ്ങളും മുറിച്ച് കഴിഞ്ഞാൽ അത് നീർന്നു നിൽക്കണ്ടേ? നമ്മുടെ ഒരു വീടിൻ്റെ മുറ്റത്താണെന്നുണ്ടെങ്കിൽ അത്ര ഇതുണ്ടാവില്ല, ആകാംക്ഷ ഉണ്ടാവില്ല. ഇത്ര നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് തൊഴുകലും കൊണ്ടാടലും. അപ്പോൾ അതൊക്കെ അതിപ്പോൾ നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ. കുറച്ച് ഈശ്വരന്മാരോടുള്ള ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതെന്തായാലും അതിലേക്ക് ആകാൻ കഴിയുന്നു. അത്ര ആയിരിക്കും പറയാം. ഇവിടെ ഇനി എന്തെങ്കിലും പ്രതിഷ്ഠയൊക്കെ പൂജയൊക്കെ നടത്താൻ ഉദ്ദേശം ഉണ്ടാവും? ഉണ്ടായിരിക്കാം. കാരണം അതിൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ. ഇനി അവർക്ക് അതിന് സാധ്യമല്ല. ജനങ്ങളൊക്കെ വിട്ടു കൊടുക്കണം. ജനങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇതാവുന്നുള്ള നമുക്ക് ഇവിടെ നിന്ന് അനുഭവം ഓരോരുത്തർ വന്ന് പറഞ്ഞിട്ട് നമ്മളോടന്നെ പിന്നെ എന്താ വേണ്ടത് പേപ്പറിൽ കൂടെ പരസ്യം കൊടുത്തിട്ട് എങ്ങനെ വേണ്ടെന്ന് നമുക്ക് ചെയ്യാറുണ്ട്. ഒന്നും കൂടി വന്നായിരുന്നു ഒക്കെ ഇവരൊക്കെ പറഞ്ഞാണ്. അത് ഹിന്ദു മുസ്ലിം അത് ജാതി മത ഭേദമന്യേ എല്ലാവരും. അപ്പോൾ വെറൊരു ഹിന്ദുക്കളുടെ ഒരു ഇത് എന്നുള്ളതിലല്ല, എല്ലാ നാനാജാതിക്കാരും അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു മഹാത്ഭുതം തന്നെയല്ല. വേറെ ഏതെങ്കിലും നാട്ടിലത് പൊന്തിയിട്ടുണ്ടോ? അത്രേ നമുക്കതിൽ പറയാമല്ലോ. അത് ഞങ്ങൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആല് മറിഞ്ഞു കിടന്നതെന്ന് പറഞ്ഞു. അതെ, മഹാത്ഭുതം. അപ്പോൾ ഞങ്ങൾ കാണാൻ വന്നു. രണ്ടാമത്തെ തവണ ഞങ്ങൾ തൊഴാൻ വരികയല്ല, പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ വരികയാണ്. ഇല്ല, വഴിപാടന്നിട്ടില്ല. എല്ലാവരും പറഞ്ഞിങ്ങനെ വഴിപാട് ഇടണമെന്നുള്ളത്. അത് വഴിപാടന്നിട്ടില്ല. അത്ഭുതം തന്നെയാണ്. എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. എവിടുന്ന വരുന്നത്? ഞങ്ങൾ കണയം കുളപ്പ്. ഇതിപ്പോൾ എന്താ ഒരു അത്ഭുതം എന്നുള്ള നിലയ്ക്കാണോ? അതെ അതെ, ഒരു അത്ഭുതം തന്നെയല്ലേ. കണ്ടിട്ട് തോന്നണം. കണ്ടിട്ടിപ്പോൾ എന്താ തോന്നുന്നത്? നല്ലൊരു തന്നെ ആയിട്ടാണ് തോന്നുന്നത്. എന്തായിട്ടപ്പോൾ വിചാരിക്കുന്നത്? ഇപ്പം എന്തായിട്ടാണ് വിചാരിക്കുന്നതെന്ന് അമ്പലം പോലെ അമ്പലത്തിൻ്റെ അമ്പലമായിട്ടുള്ള ഉദ്ദേശം. സമീപദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇട്ടുകൂട്ടിയ കാണിക്കയാണ് ഇത്. പെട്ടെന്നൊരു നാൾ ഈ നിക്ഷേപത്തിന് അവകാശികൾ ഉണ്ടായിരിക്കുന്നു. ഐസക് ന്യൂട്ടൻ എന്ന ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച മഹാസിദ്ധാന്തമാണ് ആലിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് പിന്നിലെ ശാസ്ത്രവും.
ഒരു ഭാഗത്തെ ഭാരം കുറയുമ്പോൾ മറുഭാഗം പൊന്തുമെന്ന് കണ്ടെത്തിയ ന്യൂട്ടന്റെ ഒന്നാം വർഗ ഉത്തോലക സിദ്ധാന്തം. എണീറ്റ് നിന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇലകളോടുകൂടിയ മരം എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു. കൊമ്പുകളോടുകൂടിയ മരം, ചില്ലകളോടുകൂടിയ മരം എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു. കുറച്ച് ശാസ്ത്രീയമായി പറഞ്ഞാൽ സർ ഐസക് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ഓർഡറിലോ ഒന്നാം വർഗ ഉത്തോലക നിയമമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തത്. ഈ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ ധാരം സെൻട്രൽ വരിക, ഒരു സീസോ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കാണാം, പാർക്കിൽ കാണുന്ന സീസോൻ്റെ നടുക്കാണ് ധാരം. ഒരു ഭാഗത്ത് രോധം, മറുഭാഗത്ത് യത്നം. അപ്പോൾ യത്നം എന്ന് പറയുന്നത് ഇവിടെ ഇലകളും ചില്ലകളും ഒക്കെ ഉള്ളപ്പോൾ ഒരു ചെറിയ കാറ്റ് വീശിയാൽ പോലും ഒരു മരം കടപുഴകി വീഴും. കാരണം യത്നം കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ബലം ഇൻറ്റു ദൂരമാണ് യത്നം. ബലം ഇൻറ്റു ദൂരം ആണ് അവിടെ, അതായത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് നിർണ്ണയിക്കപ്പെടുന്നത് ദൂരം കൊണ്ട് പെരുക്കണം. അപ്പോൾ ഒരു ബ്രാഞ്ച് ഔട്ട് ചെയ്ത മരത്തിന് ഒരുപാട് ദൂരങ്ങളുണ്ടെന്ന് നമ്മൾ ആലോചിക്കും. ഇത് മുഴുവൻ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കും, അത് ധാരമായി മാറും. അപ്പോൾ ആ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ മരം വീണപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ധാരം അവിടെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് വീട് കിടന്നത്. അപ്പോൾ തലഭാഗം കൂടുതൽ അവിടെ യത്നം വന്നു. അത് കഴിഞ്ഞ് ഈ ചില്ലുകളും ഇലകളൊക്കെ വെട്ടിമാറ്റപ്പെട്ടപ്പോൾ താഴ്ഭാഗത്താണ് എഫർട്ട് കൂടുതൽ വന്നത്. അതിവേഗം നാട്ടിൽ പടരുന്ന അന്ധവിശ്വാസത്തെ ചെറുക്കാൻ പൊതുപ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. അരയാലിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് പിന്നിൽ അത്ഭുതമല്ല, ശാസ്ത്രമാണെന്ന് വിശദീകരിക്കാൻ നാട്ടിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നുമുണ്ട്. മറുഭാഗത്ത് വിശ്വാസം ജനിപ്പിക്കാൻ ഉന്നം വയ്ക്കുന്ന പ്രചരണങ്ങളും. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഗംഭീര ആശയ സംഘടനം. ഒടുവിൽ വിജയം ശാസ്ത്രത്തിൻ്റെതാവട്ടെ എന്ന് ആശംസിച്ചാണ് ഞങ്ങൾ മടങ്ങിയത്.